അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ചപ്പൽ എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം. How he loved the sound of his horn voice. How he loved. അവൻ എങ്ങനെ ഇഷ്ടപ്പെട്ടു. How he loved. How എങ്ങനെ. How he loved. അവൻ എങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്തിനെ. The sound of his own voice. തന്റെ ശബ്ദത്തിന്റെ. മനസ്സിലായോ? തന്റെ അവന്റെ സ്വന്തം ശബ്ദത്തെ അവൻ എങ്ങനെ ഇഷ്ടപ്പെട്ടു. മനസ്സിലായോ? സൗണ്ട് ശബ്ദം. മനസ്സിലായോ? അവൻ എങ്ങനെ അവന്റെ ശബ്ദത്തെ ഇഷ്ടപ്പെട്ടു. മീന ആൻഡ് മൃദു എക്സ്ചേഞ്ച്ഡ് ലുക്സ്. മനസ്സിലായോ? അവര് പരസ്പരം എന്ത് ചെയ്തു. നോട്ടം കൈമാറി. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൊടുക്കുക വാങ്ങുക, അതിനാ പറയുന്നത് എക്സ്ചേഞ്ച്. അപ്പോ അവര് മീനയും മൃദുവും അവരുടെ നോട്ടങ്ങൾ എന്ത് ചെയ്തു, അഥവാ പരസ്പരം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം കൈമാറി, അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. ആരൊക്കെ? മീനയും മൃദുവും. What does that have to do with anything? What does that have? എന്താണ് ഉള്ളത്. മനസ്സിലായോ? What does that have? എന്താണ് ഉള്ളത്. എന്തിനേക്ക്? To do with anything. എന്തെങ്കിലും ചെയ്യാൻ. മനസ്സിലായോ? To do ചെയ്യാൻ. anything എന്തെങ്കിലും, അഥവാ എന്തെങ്കിലും ചെയ്യാൻ എന്താണ് ഉള്ളത്. What does that have to do with anything? എന്താണ് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ. മൃദു ഡിമാൻഡ്. മൃദു അഭ്യർത്ഥിച്ചു. മനസ്സിലായോ? മൃദു അഭ്യർത്ഥിച്ചു. ഡിമാൻഡ് അഭ്യർത്ഥിച്ചു. ആവശ്യപ്പെട്ടു. മൃദു ഡിമാൻഡ്. മൃദു എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു. ഇനി എന്താ ചെയ്യാനുള്ളത് എന്ന് അഭ്യർത്ഥിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത് എന്നുള്ളത് ഒരു നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് എന്ത് ഇന്റർജെക്ഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്റർജെക്ഷനിൽ പെട്ടതാണ് എന്ത് ദേഷ്യം വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യത്തിന്റെ വികാരത്തെ വേണ്ടി അറിയിക്കാൻ വേണ്ടി മനസ്സിലായോ? കാരണം ഇവര് തന്റെ ശബ്ദത്തെ എന്താകുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താകുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഇവർക്ക് വെറുത്തു പോയോ എന്ന് ആർക്ക് തോന്നി? ഈ രവിക്ക് തോന്നി. അപ്പൊ രവി I am telling you this. I am telling you. ഞാൻ പറയുന്നു. I am telling you. ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ത്? This cat is descended. ഈ cat is descended. അതെന്താകുന്നു? പിന്തലമുറക്കാരനാകുന്നു. എവിടെ നിന്നുള്ള? From the Egyptian cat god. ഈജിപ്തിൽ നിന്നുള്ള കാറ്റ് ഗോഡ്. കാറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഈജിപ്തില് പണ്ടുള്ള ആളുകൾ ആരാധിച്ചിരുന്ന ഒരു കാറ്റ് ഗോഡ്. മനസ്സിലായോ? പൂച്ചയുടെ ആകൃതിയിലുള്ള ഒരു ദൈവം. മനസ്സിലായോ? അതാണ് ഈ കാറ്റ് ഗോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അഥവാ പൂച്ചയുടെ ആകൃതിയിൽ, പൂച്ചയുടെ രൂപത്തിലുള്ള ഒരു വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹത്തെ എന്ത് ചെയ്തിരുന്നു? ഈ ഈജിപ്ഷ്യൻ ജനത ആരാധിച്ചിരുന്നു. അത്തരം ഒരു കാറ്റ് ഗോഡിൽ നിന്നുമുള്ള ഒരു പിൻതലമുറക്കാരനാണ് ഈ നമ്മുടെ പൂച്ച. മനസ്സിലാവുന്നുണ്ടല്ലോ? നോ, അല്ല അല്ല അല്ല. എന്താ? നോ അല്ല, ഗോഡസ്. അതെന്താകുന്നു? ഗോഡസ് എന്ന് പറഞ്ഞാല് ഗോഡസ് എന്ന് പറഞ്ഞാല് ഈ ആൺ ദൈവത്തിന് ഗോഡ് എന്നും മറ്റേ പെണ്ണിന് എന്ത് പറയും? ഗോഡസ്. അഥവാ ഒരു പെൺവർഗത്തിൽപ്പെട്ട ഒരു പൂച്ച, അതിനെയായിരുന്നു എന്തായിരുന്നത്? ആരാധിച്ചിരുന്നത്. മനസ്സിലായോ? ആ പൂച്ചയിൽ നിന്നുള്ള ഒരു നമ്മുടെ പിൻതലമുറക്കാരനാണ് ശേഷം വന്ന ഒരു വർഗമാണ് നമ്മുടെ ഈ പൂച്ച. ആ ഗോഡസ് ഏതാണ്? ബാസ്റ്റസ്. മനസ്സിലായോ? പൂച്ചയുടെ പേര് ബാസ്റ്ററ്റ്. മനസ്സിലായോ? ബാസ്റ്ററ്റ് എന്ന ആ പൂച്ചയിൽ നിന്നുള്ള പിൻതലമുറക്കാരാണ് നമ്മുടെ ഈ പൂച്ച. അതാകുന്നു ഇത്. മനസ്സിലായോ? അതെ, അതാകുന്നു ഈ പൂച്ച. ആ ബാസ്റ്ററ്റ് എന്ന പൂച്ചയിൽ നിന്നുള്ള പിൻതലമുറക്കാരനാകുന്നു ഈ പൂച്ച. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ അങ്ങനെയാണോ? വെൽ, നന്നായി. One of the descendants of that cat goddess was
a stowaway in one of the Pallava ships. മനസ്സിലാവുന്നല്ലോ. വെൽ നല്ലത് നന്നായി എന്ത് one of the descendants മനസ്സിലായ one of descendants ആ പിൻതലമുറക്കാരിൽ നിന്നുള്ള ഒരുത്തൻ അഥവാ പിൻതലമുറക്കാരിൽ നിന്നുള്ള ഒരുത്തൻ ആരിൽ നിന്നുള്ള പിൻതലമുറക്കാരൻ of that cat goddess ദൈവത്തിൽ നിന്നുള്ള ഈജിപ്ഷ്യൻ ജനത ആരാധിച്ചിരുന്ന പൂച്ചയിൽ നിന്നുള്ള ഒരു പിൻതലമുറക്കാരൻ ആയിരുന്നു. മനസ്സിലായോ? എന്തായിരുന്നു? a stowaway. മനസ്സിലാവുന്നല്ലോ. a stowaway. സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് ഒളിഞ്ഞ് യാത്ര ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ കപ്പല് അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ ഒളിഞ്ഞ് യാത്ര ചെയ്യുന്നവൻ. മനസ്സിലായോ? അതാണ് സ്റ്റോറേജ്. യാത്ര ചെയ്യുന്നവനായിരുന്നു. അഥവാ എന്ത് കപ്പലിൽ എവിടെ ഇൻ വൺ ഓഫ് ദി പല്ലവ ഷിപ്സ് പല്ലവയുടെ കപ്പലിൽ ഒളിഞ്ഞ് യാത്ര ചെയ്യുന്നവനായിരുന്നു ആര്? വൺ ഓഫ് ഡിസെൻഡൻസ്. മനസ്സിലായോ? ആ പൂച്ചയിൽ നിന്നുള്ള പിൻതലമുറക്കാരൻ എന്തായിരുന്നു? ഒളിഞ്ഞ് യാത്ര ചെയ്യുന്നവനായിരുന്നു. അഥവാ ആരും ശ്രദ്ധിക്കാത്ത വിധം എവിടെയോ ഒളിച്ചിരുന്ന്, എവിടെയാണ് ഒളിച്ചത്? കപ്പലിന്റെ ഏതോ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്ന് യാത്ര ചെയ്യുന്നവനായിരുന്നു ഈ പൂച്ചയുടെ പിൻതലമുറക്കാരിൽ നിന്നുള്ള ഒരാൾ. മനസ്സിലായോ? And his descendants was the Mahabalipuram Rishi cat. And his descendants ആ പൂച്ച ഏത്? ആ ഈജിപ്ഷ്യൻ തലമുറയിൽപ്പെട്ട ആരാധിച്ചിരുന്ന ആ പൂച്ചയുടെ തലമുറ വർഗത്തിൽപ്പെട്ട ഒരു പൂച്ച എന്തായിരുന്നു? പല്ലവയുടെ കപ്പലിൽ യാത്ര ചെയ്തിരുന്നു. മനസ്സിലായോ? And his ആരുടെ? ഈ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന അഥവാ ഈ കപ്പലിൽ ഒളിഞ്ഞ് യാത്ര ചെയ്തിരുന്ന പിൻതലമുറക്കാരൻ ആയിരുന്നു എന്ത്? മഹാബലിപുരം ഋഷി കാറ്റ്. മനസ്സിലായോ? ആ പല്ലവിയുടെ കപ്പലിൽ യാത്ര ചെയ്ത പൂച്ചയുടെ പിൻതലമുറക്കാരനായിരുന്നു എന്ത്? മഹാബലിപുരം ഋഷി കാറ്റ് എന്നത് ആ കപ്പലിൽ യാത്ര ചെയ്ത പൂച്ചയുടെ തലമുറക്കാരനായിരുന്നു. ആ കപ്പലിൽ യാത്ര ചെയ്ത പൂച്ചയുടെ വർഗത്തിൽപ്പെട്ടതായിരുന്നു. ഈജിപ്ഷ്യൻ ജനതയെ ആരാധിച്ചിരുന്ന ഗോഡസ് ആയിരുന്നു ആ പൂച്ചയുടെ വർഗം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇത്രത്തോളം പരമ്പര. മനസ്സിലായോ? ഹൂസ് ഡിസെൻഡൻസ് ആ പൂച്ചയുടെ പിൻതലമുറക്കാരനാകുന്നു എന്ത്? ഏത് പൂച്ചയുടെ? ആ മഹാബലിപുരം ഋഷി കാറ്റിന്റെ പിൻതലമുറക്കാരനാകുന്നു ഏത്? ഈസ് ആകുന്നു എന്ത്? ഏത്? MP പൂനെ ഹിയർ. മനസ്സിലായോ? MP പൂനെ ഹിയർ. ഇവിടെയുള്ള നമ്മുടെ ഈ MP പൂനെ ഹിയർ ഇവിടെയുള്ള ഈ MP പൂനെ എന്താകുന്നു? ആ കപ്പലിൽ യാത്ര ചെയ്ത പൂച്ചയുടെ പിൻതലമുറക്കാരനാകുന്നു ഇവിടെ ഋഷി കാറ്റ്. ആ ഋഷി കാറ്റിന്റെ പിൻതലമുറക്കാരിൽപ്പെട്ടത് ആരായിരുന്നു? നമ്മുടെ ഈ MP പൂനെ ആയിരുന്നു. രവി flourished his king at the മഹേന്ദ്രൻ. മനസ്സിലായോ? രവി flourished. രവി എന്ത് ചെയ്തു? തഴച്ചു. മനസ്സിലായോ? അഥവാ തഴയുക. ഫ്ലറിഷ് എന്ന് പറഞ്ഞാല് ഫ്ലറിഷ് തഴയുക. തഴയുക എന്ന് പറഞ്ഞാൽ തലോടുക. മനസ്സിലായോ? എന്തിനെ? ഹിസ് ടിക് എന്ന് പറഞ്ഞാല് അതിന്റെ ശിഖിരം, കൊമ്പ്. അതിന്റെ കൊമ്പിനെ എന്ത് ചെയ്തു? തലോടി. എവിടെ? തലോടി ആരിലെ? അറ്റ് മഹേന്ദ്രൻ. മഹേന്ദ്രയുടെ മേലെ എന്ത് ചെയ്തു? ആ ചുള്ളിക്കൊമ്പ് ചെയ്തു. ആ ചെറിയ കൊമ്പുണ്ടല്ലോ, ആ വിത്തപ്പുരി ബുഷിന്റെ ആ കൊമ്പിനെ എന്ത് ചെയ്തു? ഋഷിയുടെ ഏത്? നമ്മുടെ മഹേന്ദ്രന്റെ മേലെ എന്ത് ചെയ്തു? തലോടി. മനസ്സിലായോ? തയച്ചു. അപ്പൊ ആർപ്പുവിളി. ആർപ്പ് വിളിച്ചു. എങ്ങനെ? ഈ എന്ന് എന്ത് ചെയ്തു? രവി ആർപ്പ് വിളിച്ചു. എങ്ങനെ? ഈ സ്ട്രീക്ക്ഡ്. അവൻ എന്ത് ചെയ്തു? സ്ട്രീക്ക്. അവൻ എന്ത് ചെയ്തു? ആർപ്പ് വിളിച്ചു, കൂവി. മനസ്സിലായോ? വൂപ്പ് എന്ന് പറഞ്ഞാല് ആർപ്പ് വിളിച്ചു, പിന്നെ സ്ട്രീക്ക് എന്ന് പറഞ്ഞാല് കൂവി. മനസ്സിലായോ? ഈക്ക് എന്ന് അവൻ കൂവി. എങ്ങനെ? വെരി പ്ലീസ്ഡ് വിത്ത് ഹിംസെൽഫ്. അവൻ സ്വന്തം ആനന്ദിച്ചുകൊണ്ട്. മനസ്സിലായോ? വെരി പ്ലീസ്ഡ്, വളരെ ആനന്ദിച്ചുകൊണ്ട്, സന്തോഷിച്ചുകൊണ്ട്. മനസ്സിലായോ? ഇവിടെ ദയവ് ചെയ്ത് അർത്ഥം വെക്കണ്ട. പ്ലീസ് എന്ന് പറഞ്ഞാല് പ്ലഷർ, സന്തോഷം, ആനന്ദം. മനസ്സിലായോ? വെരി പ്ലീസ്ഡ്, വളരെ ആനന്ദിച്ചുകൊണ്ട്, വളരെ ഉല്ലാസത്തോടു കൂടി. എങ്ങനെ? വിത്ത് ഹിംസെൽഫ്, സ്വയം ആനന്ദിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവന് ആർപ്പ് വിളിച്ചു, കൂക്കി. മഹേന്ദ്രൻ ലുക്ക്ഡ് അപ്പ്. മഹേന്ദ്രൻ എന്ത് ചെയ്തു? മേലോട്ടേക്ക് നോക്കി. ഈ കൂക്കിയിട്ട് ആർപ്പ് വിളിയിട്ട്
മഹേന്ദ്രൻ ഒന്ന് മേലോട്ട് നോക്കി, താഴെ ഒന്ന് മേലോട്ടേക്ക് നോക്കി. ആൻഡ് അലാം, അവൻ എന്ത് ചെയ്തു? മഹേന്ദ്രൻ അലാം, അവൻ പരിഭ്രമിച്ചു. ആൻഡ് he had just been sharpening his claws on the edge of the coconut shell. മനസ്സിലാവുന്നുണ്ടല്ലോ? he had just been sharpening, അവൻ എന്തായിക്കൊണ്ടിരുന്നു? മൂർച്ചയാക്കിക്കൊണ്ടേയിരുന്നു. മനസ്സിലായോ? ഷാർപ്പനിങ്, അവൻ എന്ത് ചെയ്തു? മൂർച്ചയാക്കിക്കൊണ്ടേയിരുന്നു. ഏതാണ് പാസ്റ്റ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലായോ? had been sharpening. അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ എന്താ അർത്ഥം? മൂർച്ച ആക്കിക്കൊണ്ടേയിരുന്നു. എന്തിനെ? ഹിസ് ക്ലൗസ്, അവന്റെ ആ നഖത്തെ. മനസ്സിലായോ? പൂച്ചയുടെ ആ നഖത്തെ അവന് മൂർച്ചയാക്കിക്കൊണ്ടേയിരുന്നു. എങ്ങനെ? with the edge of the coconut shell. ആ കോക്കനട്ട് ഷെൽ ഉണ്ടല്ലോ, ആ കോക്കനട്ടിന്റെ ഇത് ഭാഗം, മുറിച്ച ആ ഭാഗം ഉണ്ടല്ലോ, ചിരട്ട, ആ ചിരട്ട അല്ലെങ്കിൽ അതിന്റെ ആ ചേരി, അതിനെ എന്താ പറയുക? കോക്കനട്ട് ഷെൽ. ആ കോക്കനട്ട് ഷെല്ലിന്റെ ഒരു ഭാഗത്ത് എന്ത് ചെയ്തു? ഒരു അരികിൽ വെച്ച് അവന്റെ നഖം മൂർച്ചയാക്കിക്കൊണ്ടിരുന്നു. ആര്? ഈ പൂച്ച. പക്ഷേ worse than Ravi's powerful whoop eek was a screech. മനസ്സിലാവുന്നുണ്ടല്ലോ? പക്ഷേ രവി എന്ത് ചെയ്തു? ആർപ്പ് വിളിച്ചു. പക്ഷേ worse, മോശമായിരുന്നു. that Ravi's powerful, മനസ്സിലായോ? രവിയുടെ ഭയാനകമായ ഗംഭീരമായ whoop, ആർപ്പുവിളി. എങ്ങനെയുള്ള ആർപ്പുവിളി? ഈക്ക് എന്ന രവിയുടെ ആർപ്പുവിളി ഭയങ്കരമായ ആർപ്പുവിളിയേക്കാളും മോശമായിരുന്നു. എന്ത്? എ ക്രീച്ച്. ക്രീച്ച് എന്ന ശബ്ദം. മനസ്സിലായോ? ക്രീച്ച് എന്ന ശബ്ദം വളരെ വേഴ്സ് ആയിരുന്നു, മോശമായിരുന്നു. വേഴ്സ്, മോശമായിരുന്നു. എന്തിനേക്കാൾ? ഈ ക്രീച്ച് എന്തിനേക്കാൾ മോശമായിരുന്നു? ഈ രവിയുടെ ആ ശബ്ദം വളരെ മോശമായിരുന്നു. പക്ഷേ വേഴ്സ് ദാൻ, മോശമായിരുന്നു. എന്തിനേക്കാൾ? ദാൻ രവീസ് ഓഫുൾ വൂപ്പ് ഈക്ക്. മനസ്സിലായോ? രവിയുടെ ഈക്ക് എന്ന ഭയാനകരമായ, രവി നേരത്തെ ആർപ്പ് വിളിച്ചു എന്ന് പറഞ്ഞു. ആ രവിയുടെ ആ ഭയാനകരമായ, ഓഫുൾ എന്ന് പറഞ്ഞാല് ഭയാനകമായ, ഗംഭീരമായ ആർപ്പുവിളിയേക്കാളും മോശമായിരുന്നു. എന്ത്? വാസ് എ ക്രീച്ച്. ഈ ക്രീച്ച് എന്ന ശബ്ദം അത് രവിയുടെ ആ ഭയാനകരമായ ആർപ്പുവിളിയേക്കാളും മോശമായിരുന്നു. എവിടെ നിന്നാണ് ക്രീച്ച് എന്ന ശബ്ദം വന്നത്? ഫ്രം ദി വിൻഡോ, ജനലിൽ നിന്നും, ജനൽവാതിൽ നിന്നും വന്ന ആ ക്രീച്ച് എന്ന ശബ്ദം രവിയുടെ ഭയാനകരമായ, രവി നേരത്തെ ആർപ്പ് വിളിച്ച കൂക്കിയ ശബ്ദത്തെക്കാളും മോശമായിരുന്നു ഈ ക്രീച്ച്. ജനലിലൂടെ വന്ന ഈ ക്രീച്ച് എന്ന ശബ്ദം. That what a weird sound. weird എന്ന് പറഞ്ഞാല് ഒരു അസാധാരണമായ, unusual. മനസ്സിലായോ? അസാധാരണമായ സൗണ്ട്. വാട്ട് എ weird sound. ഒരു അസാധാരണമായ ശബ്ദമാണ്. മനസ്സിലായോ? എന്തൊരു അസാധാരണമായ ശബ്ദമാണ്. If മൃദു was startled. മനസ്സിലായോ? മൃദു പരിഭ്രമിച്ചു. മനസ്സിലായോ? startled എന്ന് പറഞ്ഞാല് പരിഭ്രമിക്കുക. പരിഭ്രമിച്ചു. മനസ്സിലായോ? രവി ആരെ? മൃദു പരിഭ്രമിക്കുകയാണെങ്കിൽ. മനസ്സിലായോ? if മൃദു was startled, മൃദു പരിഭ്രമിച്ചിട്ടുണ്ടെങ്കിൽ MP പൂനെ was frightened out of his wits. മനസ്സിലായോ? ആരെ? മൃദു പരിഭ്രമിച്ചിട്ടുണ്ടെങ്കിൽ, if മൃദു was startled, മൃദു ഞെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, പരിഭ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആരെ? MP പൂനെ was frightened, MP പൂനെ എന്തായിട്ടുണ്ട്? പേടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? frightened, പേടിച്ചിട്ടുണ്ട്. ഔട്ട് ഓഫ് ഹിസ് വിറ്റ്സ്, അവന്റെ ആ ശക്തി കൂടാതെ, അവന്റെ ശക്തിക്ക് പുറമെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല ശക്തിയുള്ള പൂച്ചയാണ് ഏത്? MP പൂനെ. മനസ്സിലാവുന്നുണ്ട്? ആ പൂച്ചയെ എന്താക്കിയിട്ടുണ്ട്? അവന്റെ ശക്തി കൂടാതെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? പേടിച്ചു പോയിട്ടുണ്ട്. ശക്തി ഉണ്ടെങ്കിലും ആ പൂച്ച പേടിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ? ഈ ക്രീച്ച് എന്ന ശബ്ദം കേട്ടപ്പോൾ.
അങ്ങനെ hair standing on the edge, ആ രോമം എന്ത് ചെയ്യുന്നു, ആ വാലിൽ അറ്റത്ത് അവസാനത്ത് അതിന്റെ പൂച്ചയുടെ വാലിന്റെ അറ്റത്ത് എന്ത് ചെയ്യുന്നു, രോമങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് പേടി കാരണം. മനസ്സിലായോ? അപ്പൊ നമ്മളൊക്കെ ചിലപ്പോ എന്തെങ്കിലും പേടിയൊക്കെ ആ രോമമൊക്കെ പൊന്തും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അങ്ങനെ രോമം എന്ത് ചെയ്തിട്ടുണ്ട്, പൂച്ചയുടെ വാലിന്റെ അറ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വാലിന്റെ രോമം എന്തായിട്ടുണ്ട്, പൊന്തിയിട്ടുണ്ട്. He bounced, ആ പൂച്ച തുള്ളി, ബൗൺസ് അപ്പ്, പൂച്ച തുള്ളി. മനസ്സിലാവുന്നുണ്ടല്ലോ? ബൗൺസ് അപ്പ്, പൂച്ച തുള്ളി. എന്നിട്ടോ and scurried towards the bamboo tray of the red chilies. Scurried, അതെന്ത് ചെയ്തു, ഓടിപ്പോയി. scurry അതെന്ത് ചെയ്തു, പൂച്ച ഓടിപ്പോയിട്ടുണ്ട്. towards a bamboo tray, ഒരു മുള കൊണ്ട് നിർമ്മിച്ച ഒരു തളിക. ട്രേ എന്ന് പറഞ്ഞാല് തളിക. ആ തളികയുടെ അടുത്തേക്ക് പൂച്ച scurried, അത് ഓടിപ്പോയി. ഏത് ഭാഗത്തേക്കാണ്? ടു ബാംബു ട്രേ. മനസ്സിലായ? ബാംബു മുള കൊണ്ട് നിർമ്മിച്ച ആ ട്രേ, തളികയുടെ അടുത്തേക്ക് എന്ത് ചെയ്തു, പൂച്ച ഓടിപ്പോയി. എന്നിട്ടോ എന്തിന്റെ ട്രേ ആണ്? ഓഫ് റെഡ് ചില്ലീസ്, ചുവന്ന മുളക്. ആ ചുവന്ന മുളക് ഉള്ള ബാംബു ട്രേയുടെ അരികിലേക്ക്, ദിശയിലേക്ക് പൂച്ച ഓടിപ്പോയി. That had been, അതെന്തായിട്ടുണ്ട്, set out, അത് പുറത്തിട്ടിട്ടുണ്ട്. ഏത്? ആ മുളക് പുറത്തിട്ടിട്ടുണ്ട്. എന്തിനിക്ക്? to dry, ഉണക്കാൻ വേണ്ടി പുറത്തിട്ട പച്ചമുളകിന്റെ ആ ബാംബു ട്രേയുടെ ഭാഗത്തേക്ക് പൂച്ച സ്കറിയുടെ ഓടിപ്പോയി. Trying to hide, എങ്ങനെ trying to hide? വെറുതെ അല്ല, trying to hide, ഒളിഞ്ഞിരിക്കാൻ പരിശ്രമിക്കുന്നു. എന്തിനിക്ക്? to hide, ഒളിഞ്ഞിരിക്കാൻ. മനസ്സിലായോ? എന്തിന്റെ അടിയിൽ? beneath it, ആ ബാംബു ട്രീയുടെ ട്രേ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ പച്ചമുളകിന്റെ ചുവട് താഴെ ഒളിഞ്ഞിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായ അവസ്ഥയിൽ അതെന്ത് ചെയ്തു? ഓടിപ്പോയി. മനസ്സിലായോ? he tipped, അതെന്ത് ചെയ്തു? he tipped, അത് കമഴ്ത്തി വെച്ചു. മനസ്സിലായോ? അത് കമഴ്ത്തി വെച്ചു. ഏത്? ആ പൂച്ച കമഴ്ത്തി വെച്ചു. എന്തിനിക്ക്? a few chilies, അല്പം മുളകുകൾ എന്ത് ചെയ്തു? കമഴ്ത്തിയിട്ടു. എവിടെ? ഓവർ ഹിംസെൽഫ്, ആ പൂച്ചയുടെ മേലേക്ക് തന്നെ പൂച്ച കുറച്ച് മുളകുകൾ എന്തായി? കമഴ്ത്തിയിട്ടു, വാരിയിട്ടു. എന്നാലല്ലേ അതിനെ ഒളിഞ്ഞിരിക്കാൻ കഴിയും. മേലെ അപ്പോൾ ഒളിഞ്ഞിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒളിഞ്ഞിരിക്കാൻ വേണ്ടി പൂച്ച കുറച്ച് മുളകുകൾ എടുത്ത് എന്ത് ചെയ്തു? മേലേക്ക് ഇട്ടു. അപ്പൊ എന്തായി? പൂച്ചയെ ഒളിഞ്ഞിരുന്നു. മിയാവ് എന്ന ശബ്ദവും ഉണ്ടാക്കി. ഈ ഓൾഡ് മിസറബിളി. മനസ്സിലായി? മിസറബിളി എന്ന് പറഞ്ഞാല് ദുരിതം അനുഭവിക്കുന്നതായ അവസ്ഥയിൽ അതെന്ത് ചെയ്തു? ഈ അത് ഓരിയിടുക. മനസ്സിലായോ? ഓരിയിട്ടു. എങ്ങനെ? മിസറബിളി, എങ്ങനെ? ദുരിതം അനുഭവിക്കുന്നതായ, പ്രയാസം അനുഭവിക്കുന്നതായ അവസ്ഥയിൽ മ്യാവ് എന്ന് ഓരിയിട്ടു. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ ദി ക്രീച്ചിങ്, ആ ശബ്ദം, ഏത്? രവി ഉണ്ടാക്കിയ ഏത്? ഈക്ക് എന്ന ആർപ്പുവിളിയേക്കാളും മോശമായ ക്രീച്ച് എന്ന ശബ്ദം വാസ് ഗോയിങ് ഓൺ, അതെന്താവുന്നുണ്ട്? വെന്റ് ഓൺ, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ക്രീച്ച് എന്ന ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ക്രീച്ച് എന്ന ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, തുടരുന്നു, അതിനൊരു അവസാനമില്ല. വെന്റ് ഓൺ ആൻഡ് ഓൺ, അതെന്താവുന്നുണ്ട്? ഗോ ഓൺ, തുടരുക. അതിങ്ങനെ എന്താവുന്നുണ്ട്? ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, ഒരു അവസാനമില്ലാതെ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ് നോയിസ്? എന്താണ് ആ ശബ്ദം? നോയിസ്, ശബ്ദം. വാട്ട് ഈസ് ദാറ്റ് നോയിസ്? എന്താണ് ആ ശബ്ദം? ആര് ചോദിച്ചു? സെഡ് മൃദു. മൃദു ചോദിച്ചു. എന്താണ് ആ ശബ്ദം? ഈ ശബ്ദം എന്താണെന്ന് മൃദു ചോദിച്ചു. ദാറ്റ് ഈസ് ലാലി ലേണിംഗ് ടു പ്ലേ വയലിൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഗ്രണ്ടഡ് രവി എന്ത് ചെയ്തു? പറഞ്ഞു. എങ്ങനെ? ദാറ്റ് ഈസ്, അതാകുന്നു. എന്ത്? ലാലി ലേണിംഗ് ടു പ്ലേ ദി വയലിൻ. വയലിൻ വായിക്കാൻ ലാലി പഠിക്കുകയാണ്. ലാലി ലേണിംഗ്, ലാലി എന്താവുന്നു? പഠിക്കുകയാണ്. എന്തിനിക്ക്? ടു പ്ലേ വയലിൻ, വയലിൻ വായിക്കാൻ വേണ്ടി ലാലി പഠിക്കുകയാണ്. മനസ്സിലായോ? വയലിൻ വായിക്കാൻ വേണ്ടി
ലാലി പഠിക്കുകയാണ് എന്ന് ആര് പറഞ്ഞു? രവി പറഞ്ഞു. എങ്ങനെ? ഗ്രണ്ടഡ്. ഗ്രണ്ടഡ് എങ്ങനെ പറഞ്ഞത്? പരുക്കൻ ശബ്ദത്തിലായിക്കൊണ്ട് പറഞ്ഞു. എന്ത്? ലാലി ലേണിംഗ് ടു പ്ലേ വയലിൻ. വയലിൻ വായിക്കാൻ വേണ്ടി, വയലിൻ ഉപയോഗിക്കാൻ ലാലി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രവി പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. She will never learn a thing. She will never learn. അവൾ ഒന്നും പഠിക്കില്ല. മനസ്സിലാവും? ഒരിക്കലും അവൾ പഠിക്കില്ല. She will never learn. അവൾ ഒരിക്കലും പഠിക്കില്ല. A thing. ഒരു കാര്യവും പഠിക്കില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അവൾ ഒരു കാര്യവും പഠിക്കൂല. A music master just goes on playing like a train. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ശ്രദ്ധിച്ചോ. A music master, ഒരു മ്യൂസിക് അധ്യാപകൻ, just goes on playing. അത് അവനെന്ത് ചെയ്യുന്നു? തുടർന്നു. എങ്ങനെ? വയലിൻ വായിക്കുന്നവനായിക്കൊണ്ട് തുടരുന്നു. മ്യൂസിക് അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ഗോസ് ഓൺ. അവന് തുടരുന്നു. എങ്ങനെ? പ്ലേയിങ് ലൈക്ക് എ ട്രെയിൻ. ഒരു ട്രെയിനെ പോലെ. എങ്ങനത്തെ ട്രെയിനാണ്? വിസിങ്. അതെന്താവുന്നു? എന്ന ശബ്ദത്തിൽ എന്താവുന്നു? പുറപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയുള്ള എന്ന ശബ്ദത്തോട് കൂടെ പോകുന്ന ഒരു ട്രെയിൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓൺ ആൻഡ് ഓൺ. അങ്ങനെ എന്ന ശബ്ദത്തിൽ പോകുന്ന ട്രെയിനിനെ പോലെ സ്മൂത്ത് ആയിക്കൊണ്ട് ആര് പോകുന്നു? ഈ മ്യൂസിക് അധ്യാപകൻ, ഈ മ്യൂസിക് മാസ്റ്റർ എന്താവുന്നു? പോകുന്നു. എങ്ങനെ? ഇത് വയലിൻ വായിക്കുന്നത് എങ്ങനെ വായിക്കുന്നത്? ഈ സ്മൂത്ത് ആയിക്കൊണ്ട് സ്മൂത്ത് ആയി സഞ്ചരിക്കുന്ന ട്രെയിനിനെ പോലെ. മനസ്സിലായി? എന്ന ശബ്ദത്തിൽ പോകുന്ന ട്രെയിനിനെ പോലെ മ്യൂസിക് അധ്യാപകൻ എന്താവുന്നു? അഥവാ ട്രെയിൻ എങ്ങനെ പോവാ? ഒരു ട്രാക്കിലാണ് ട്രെയിൻ പോവുക. പാളം തെറ്റുമോ? ഇല്ല. പാളം തെറ്റി ട്രെയിൻ സഞ്ചരിക്കൂല. അപ്പൊ ഏതെങ്കിലും ഒരു ട്രാക്കിലായിരിക്കും ട്രെയിൻ സഞ്ചരിക്കുക. അതിൻ്റെതായ ട്രാക്കിൽ അത് സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുന്നു. അഥവാ മ്യൂസിക് അധ്യാപകൻ എന്താകുന്നു? ഈ ഒരു ട്രാക്കിലായിക്കൊണ്ട്, നല്ല ഈണത്തിൽ, ഒരു ട്രാക്കിൽ, ഒരു പാതയിലായിക്കൊണ്ട് എന്താകുന്നു? ഈ മ്യൂസിക്കിന്റെ ട്രാക്കിലായിക്കൊണ്ട് മ്യൂസിക് അധ്യാപകൻ താളം പിടിക്കുന്നു. ആ സമയത്തോ ലാലി is all the time derailing. മനസ്സിലായി? derailing എന്ന് പറഞ്ഞാൽ പാളം തെറ്റുക. derailing പാളം തെറ്റുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ all the time എല്ലാ സമയത്തും എന്താവുന്നു? derailing. ആര്? ലാലി is all time derailing. ലാലി എന്താകുന്നു? എപ്പോഴും പാളം തെറ്റിക്കൊണ്ടേയിരിക്കുന്നു. പാളം തെറ്റി എന്താകുന്നു? മറിയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതാ പാളം തെറ്റി ആ ട്രാക്കിന്റെ പുറത്തേക്കാണ് ആരുടെ സഞ്ചാരം? ഈ ലാലിയുടെ. പക്ഷേ ഈ മ്യൂസിക് അധ്യാപകന്റെയോ ആ ട്രാക്കിൽ കൂടെ എന്താകുന്നു? അവൻ വയലിൻ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. വയലിൻ ഉപയോഗിക്കുന്ന ഏതൊരു ട്രാക്കിലേക്ക്. പക്ഷെ ലാലി ഈ ഡീറെയിലിംഗ് എപ്പോഴും എന്താകുന്നു? ഈ ട്രാക്കിന്റെ പുറത്താണ് ലാലിയുടെ വയലിൻ വായന. മനസ്സിലാവുന്നുണ്ടല്ലോ? ഗോയിങ് കംപ്ലീറ്റ്ലി ഓഫ് ദി ട്രാക്ക്. ഗോയിങ് അത് ലാലി എന്താവുന്നു? പോകുന്നു. എങ്ങനെ? കംപ്ലീറ്റ്ലി പൂർണ്ണമായും ഓഫ് ദി ട്രാക്ക്. ട്രാക്കിന് പുറത്ത്. മനസ്സിലായോ? ആ മ്യൂസിക് അധ്യാപകൻ എന്താകുന്നു? ഒരു നിശ്ചിത ട്രാക്കിൽ വയലിൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആര്? ലാലി വയലിൻ ഉപയോഗിക്കുന്നു. എങ്ങനെ? ഡീറെയിലിംഗ് ആയിക്കൊണ്ട്. ഡീറെയിലിംഗ് എന്ന് പറഞ്ഞാൽ പാളത്തിന് പുറത്താണ് ലാലിയുടെ ഈ വയലിന്റെ ട്രാക്ക്. മനസ്സിലായോ? അത് പാളത്തിലേക്ക് കയറുന്നില്ല. ശബ്ദം ഒരു യോജിച്ച് വരുന്നില്ല. അതെന്താവുന്നു? ട്രാക്കിന് പുറത്താണ്. എപ്പോഴും ഓഫ് ദി ട്രാക്ക് ആണെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കോംപ്രഹെൻഷൻ ചെക്ക് ഒന്ന് മനസ്സിലായോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് ദി സീക്രട്ട് ദാറ്റ് മീന ഷെയർഡ് വിത്ത് മൃദു ഇൻ ദി ബാക്ക്യാർഡ്. മുറ്റത്തിന്റെ അഥവാ പിൻമുറ്റത്ത് വെച്ചിട്ട്, പിറകിലെ മുറ്റത്ത് വെച്ചുകൊണ്ട് മൃദു എന്താണ് മീന എന്താണ് മൃദുവിനോട് ഷെയർ ചെയ്തത്? മീന എന്താണ് മൃദുവിനോട് ഷെയർ ചെയ്ത രഹസ്യം എന്തായിരുന്നു? ഹൗ ഡസ് രവി ഗെറ്റ് മിൽക്ക് ഫോർ ദി കിച്ചൺ. എങ്ങനെയാണ് രവിക്ക് പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടി പാല് ലഭിക്കുന്നത്? മനസ്സിലായോ? വീട്ടിൽ നിന്ന് പെർമിഷനോട് കൂടി കൊടുക്കുന്നതാണ്. അല്ലാണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. Who does he say the kitchen's ancestors are? ആരായിരുന്നു ഈ പൂച്ചയുടെ മുൻഗാമികൾ? മനസ്സിലായോ? പൂച്ചയുടെ പിൻഗാമികൾ ആരൊക്കെയായിരുന്നു? പിന്നെ
പൂച്ചയുടെ മുൻഗാമികൾ ആരൊക്കെയായിരുന്നു? അപ്പൊ ഇത് ആരുടെ പിൻഗാമിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ പൂച്ചയുടെ മുൻഗാമി ആര്? പിന്നെ ഡു യു ബിലീവ് ഹിം? അവനെ നീ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? രവി ഹാസ് എ ലോട്ട് ഓഫ് ടു സേ അബൌട്ട് MP പൂനെ. MP പൂനെയെ കുറിച്ച് രവിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ദിസ് ഷോസ് ദാറ്റ്, ഇത് കാണിച്ചു തരുന്നുണ്ട്, ഹി ഈസ് മിയർലി ട്രൈയിങ് ടു ഇംപ്രസ് ദി മൃദു. മൃദുവിനെ ഒന്ന് മതിപ്പ് തോന്നിപ്പിക്കാൻ വേണ്ടി, അഥവാ ഒന്ന് ആളാവാൻ വേണ്ടി സംസാരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഹിസ് നോളജ് ഓഫ് ഹിസ്റ്ററി ഈസ് സൗണ്ട്. മനസ്സിലായോ? ഹിസ് നോളജ് ഓഫ് ഹിസ്റ്ററി ഈസ് സൗണ്ട്. അവന്റെ ആ ഹിസ്റ്ററി, ചരിത്രത്തെ കുറിച്ചുള്ള അവന്റെ അഗാധമായ പാണ്ഡിത്യത്തെ എന്താകുന്നു? ഇത് സൂചിപ്പിച്ചു തരുന്നു. ആൻഡ് ഹി ഹാസ് എ റിച്ച് ഇമാജിനേഷൻ. അവനിക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചും ഓരോരോ സങ്കല്പമുണ്ട്. ഇമാജിനേഷൻ, സങ്കല്പങ്ങളുണ്ട്. ഹി ഈസ് എ ഇന്റലിജന്റ് ചൈൽഡ്. അവനൊരു നല്ല സാമർഥ്യമുള്ള ഒരു കുട്ടിയാകുന്നു. Which of these statements do you agree and disagree to? ഏത് സെന്റൻസിനെയാണ് നീ അംഗീകരിക്കുന്നത്? ഏത് സെന്റൻസിനെ നീ അംഗീകരിക്കുന്നില്ല? അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ രവിക്ക് MP പൂനെ കുറിച്ച് വാദവരാതെ സംസാരിക്കാനുള്ള കഴിവ്? ഈ കാര്യങ്ങളിലൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ നീ അംഗീകരിക്കുന്നു, ഏതൊക്കെ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല? What was the noise that startled മൃദു and frightened മഹേന്ദ്രൻ? ഈ പൂച്ചയെയും അല്ലെങ്കിൽ പൂച്ചയെ പേടിപ്പിച്ച അല്ലെങ്കിൽ മൃദുവിനേക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്തായിരുന്നു? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഈ കാര്യങ്ങളൊക്കെ എഴുതി അയച്ചുതരാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.